മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലാണ് നമ്മളുള്ളത്. ഗഫൂർ ഭായി ആൻഡ് ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ വർക്ക് നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഷിയാസ് മുഹമ്മദ്. വെൽക്കം ടു വാബി സാബി ഇൻറ്റീരിയേഴ്സ്. വേങ്ങരയിലത്തെ സൈറ്റിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഉബൈദ് ഭായ്, അവരുടെ വൈഫ്. ഈ വീടിൻ്റെ വിശേഷങ്ങൾ അവരെ തന്നെ ചോദിക്കാൻ നോക്കുക. ഈ വീടിൻ്റെ ഓരോ വർക്കും ഷിയാസ്ക എല്ലാ കാര്യങ്ങളും നന്നായി നോക്കി ചെയ്തിട്ടുണ്ട്. നമ്മളെന്താണോ ആഗ്രഹിച്ചത് അതേ വർക്കിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 100% സാറ്റിസ്ഫൈഡ് ആണ്. അൽഹംദുലില്ലാ. ഇവിടെ നമ്മൾ ലിവിങ് റൂമിലാണ് വന്നിരിക്കുന്നത്. ഈ ലിവിങ് റൂമിൽ ഈ വീടിൻ്റെ മൊത്തത്തിലുള്ള തീം വളരെ സിമ്പിളാണ്. ഇൻറ്റീരിയറിൻ്റെ ഒരു വലിയൊരു മിനിമൽ ഇൻറ്റീരിയറാണ് നമ്മളിവിടെ പിന്തുടർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് എലമെൻസിൻ്റെ ഒരു ആധിക്യം ഇവിടെ ഇല്ല. പ്ലേസ്മെൻറ്റാണ് ഇവിടുത്തെ പ്രത്യേകത. നമ്മളെല്ലാം കൊടുത്തിരിക്കുന്ന ആവശ്യത്തിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് കൃത്യസ്ഥലത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ വീടിൻ്റെ പ്രത്യേകതയായിട്ടുള്ള ഒന്ന്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു 3 സീറ്റർ സോഫ, ഇവിടെ 2 സിംഗിൾ സീറ്റിൻ്റെ സോഫയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ലൈറ്റ് ഗ്രേയിൽ വരുന്ന ഒരു കളറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് മെർജാവാൻ വേണ്ടിയിട്ട് പില്ലോ ഒരു ലൈറ്റ് ഒലീവ് ഗ്രീൻ വരുന്ന ഒരു കളറിലും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ അറേഞ്ച്മെൻറ്റ്സ് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകതയായിട്ട് വരുന്നത്. പിന്നെ സീലിങ്ങിലേക്ക് പോകുമ്പോൾ നമ്മൾ വിനീർ വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സീലിങ്ങിൽ മുകളിൽ ജിപ്സം കൊടുത്തിട്ടുണ്ട്, അതിനോടൊപ്പം തന്നെ ഇവിടെ വിനീറിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മനോഹരമായിട്ട് പോളിഷ് ചെയ്തിട്ട് എടുത്തിട്ടുമുണ്ട്. ഈ വീട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് ഈ വീടിൻ്റെ ഫ്ലോറിങ്. കണ്ണാടി പോലെ തിളങ്ങുന്ന ഇറ്റാലിയൻ മാർബിളാണ് കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പോളിഷിംഗ് ആണെങ്കിലും ജോയിൻ്റ് ആണെങ്കിലും പേപ്പർ ജോയിൻ്റാണ്, ഒന്നും അറിയണില്ല നമുക്ക്, അത്രയും പെർഫെക്റ്റ്ലി ചെയ്തിട്ടുണ്ട്. ഇതിൽ മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ് ഈ ഇറ്റാലിയൻ മാർബിൾ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരു കുറച്ച് ബാലൻസ് വന്നിരുന്നു ഷീറ്റ്. അപ്പോൾ അതിനെ അവർ ഫ്രെയിം ചെയ്തിട്ട് ഫ്രെയിം ചെയ്തിട്ട് ഇറ്റാലിയൻ മാർബിൾ കൊണ്ടാണ് അതിൻ്റെ കൗണ്ടേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ഈ കൺസോൾ ടേബിളും അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമ്മൾ കിച്ചണിൽ വന്നിട്ടുള്ള കൗണ്ടർ ടോപ്പിൻ്റെ ബാലൻസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളും ചെയ്യുമ്പോൾ വളരെ ചെറിയ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ വേസ്റ്റ് വരുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു സംഭവങ്ങളാണ്. വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുമുണ്ട്. 3Dയിൽ എങ്ങനെയായിരുന്നോ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് അതുപോലെ ഷിയാസ്കോൾ ടീം ചെയ്ത് തന്നിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളും നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ തന്നെ കംപ്ലീറ്റ് ആക്കി വൃത്തിയിൽ ചെയ്ത് തന്നിട്ടുണ്ട്. ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഒരുപാട് പാർട്ടീഷൻസ് വന്നിട്ടില്ല. നോർമലി കണ്ടുവരുന്ന ഒരു ലിവിങ് ഡൈനിങ് പാർട്ടീഷൻസ് അല്ലെങ്കിൽ ഫാമിലി ലിവിങ്ങിൻ്റെ ഒരു പാർട്ടീഷൻസ്, അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. ഈ വീടിൻ്റെ വിശാലത കാണിക്കുന്ന രീതിയിൽ തന്നെയാണ് മൊത്തത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഡൈനിങ് ഏരിയ, റൈറ്റ് സൈഡിൽ ഫാമിലി ലിവിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫാമിലി ലിവിങ്ങിലോട്ട് വരുമ്പോൾ വളരെ മിനിമലായിട്ടുള്ളൊരു ഇൻറ്റീരിയർ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. 3Dയിൽ എന്താണോ അതിലല്ലാതെ വേറെ ഒരു എലമെൻറ്റ് നമ്മളിവിടെ കൊടുത്തിട്ടില്ല. ഇവിടെ നമ്മളൊരു ഹാഫ് പോർഷൻ, ഈ വോളിൻ്റെ ഒരു ഹാഫ് പോർഷൻ ചാർക്കോൾ പാനൽ കൊടുത്തിട്ട് ലൂവേഴ്സിൽ പാനൽ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് പെയിൻറ്റിങ്ങിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. അതിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ ഫ്രെയിം മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ലൈറ്റ് ബീച്ച് കളറിൽ വരുന്നൊരു സോഫയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് ഒരു ടീപ്പോ അതിലേക്ക് മാച്ച് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ ഒരു ഫുൾ ലെങ്ത്ത് കർട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു പാർട്ടീഷൻ വരുന്നുണ്ട്. ഇവിടെ സ്ലൈഡിങ് ഡോറുണ്ട്. അതങ്ങോട്ട് നമുക്കൊരു പേഷ്യോയിലേക്ക് കടക്കാവുന്ന രീതിയിൽ അവിടെ ഒരു ഓപ്പണിംഗ് ഡോറും കൂടി കൊടുത്തിട്ടുണ്ട്. ഫാമിലി ലിവിങ്ങിൽ നിന്നാണ് ഈ വീട്ടിലോട്ടുള്ള പ്രധാനപ്പെട്ട എൻട്രൻസുകൾ വരുന്നത്. മാസ്റ്റർ ബെഡ്റൂമിലോട്ടുള്ള എൻട്രൻസ്, അതുപോലെ ഇത് പ്രയർ റൂമിലോട്ട്, ഇവിടെ വേറെ ഒരു ബെഡ്റൂമിലോട്ട്. അപ്പോൾ ഈ ഒരു ജംഗ്ഷൻ പോലെയാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ നമ്മളിവിടെ കൊടുത്തിട്ടില്ല. ഇതിലോട്ടല്ലോ എല്ലാ ഭാഗങ്ങളിലേക്കും വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ മെറ്റൽ സ്റ്റെയർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് പാനലിങ് വുഡ് കൊണ്ട് പാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് നമുക്കൊരു പോർഷൻ വരുന്നുണ്ട്. അതിൽ കൊടുത്തിരിക്കുന്നത് ഒരു കോട്ടയാടാണ്. ഇപ്പോൾ പരിപാലനത്തിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യലായിട്ടുള്ള പ്ലാന്റാണ് കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ വോളിൽ വരുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഡബിൾ ഹൈറ്റിൽ വരുന്ന ഈ വോള് മൊത്തം ടെക്സ്ചർ പെയിൻറ്റിലേക്കാണ് പോയിരിക്കുന്നത്. അതും വളരെ സിമ്പിളായിട്ടുള്ള ടെക്സ്ചർ പെയിൻറ്റിങ് തന്നെയാണ്. ഒരു കോൺക്രീറ്റ് ഫിനിഷ് വരുന്നത്. അത് ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് ഭാഗങ്ങളിലൊന്നായിട്ട് മാറിയിട്ടുണ്ട്. സീലിങ്ങിലോട്ട് വരുമ്പോൾ നമ്മുടെ എല്ലാ പ്രൊജക്റ്റിലും എന്ന പോലെ തന്നെ വളരെ മിനിമലായിട്ടുള്ള സീലിങ്ങാണ് നമ്മൾ കൊടുത്തിരിക്കുന്നുള്ളൂ. പ്രൊഫൈൽ ലൈറ്റ് പോയിട്ടുണ്ട്. പിന്നെ നല്ലൊരു പഞ്ചിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കൂടുതലായിട്ട് കിട്ടും. അതിലൊരു ബ്ലാക്ക് ലൈൻസ് കൊടുത്തു. പിന്നെ സിലിണ്ടർ ലൈറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. ഡൈനിങ്ങിലോട്ട് പോകുമ്പോൾ ഒരു 8 സീറ്ററിൻ്റെ ഡൈനിങ് ടേബിൾ വിത്ത് ചെയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ടേബിളിൻ്റെ കൗണ്ടർ ടോപ്പായി കൊടുത്തിരിക്കുന്നത് ഓനിക്സ് മാർബിളാണ്. നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ തന്നെയാണ് ഈ ഓനിക്സ് മാർബിളിൻ്റെ കൗണ്ടർ ടോപ്പ് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതിന് മാച്ച് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ചെയേഴ്സും കൊടുത്തിട്ടുണ്ട്.
വാഷ് ഏരിയയിലോട്ട് വരുമ്പോൾ നമ്മുടെ എല്ലാ പ്രൊജക്റ്റിലും നമ്മൾ വാഷ് ഏരിയയ്ക്ക് വളരെ അധികം പ്രാധാന്യം കൊടുക്കാറുണ്ട്. ഇവിടെയും അങ്ങനെ തന്നെയാണ് നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു റൗണ്ട് ടച്ച് സെൻസറോട് കൂടിയിട്ടുള്ള ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. വളരെ വലിയ നല്ല വലുപ്പമുള്ള കൗണ്ടർ ആയതുകൊണ്ട് തന്നെ വലിയ വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബോട്ടം യൂണിറ്റിലോട്ട് പോകുമ്പോൾ നമ്മളിപ്പോൾ കൂടുതലും ഹാൻഡിൽസ് കൊടുക്കലില്ല, നമ്മളൊരു ടച്ച് ഓപ്പണാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭംഗി നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇവിടെ ഒരു ലൂവേഴ്സ് വർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഹാൻഡിൽ വരുന്നത് ഒരു അഭംഗിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പുഷ് ഓപ്പൺ കൊടുക്കുന്നത്. അതിന് മാച്ച് ചെയ്തിട്ട് വരുന്ന രീതിയിൽ ഡൈനിങ് അടുത്തായത് കൊണ്ട് തന്നെ ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലും നമ്മൾ ഗ്ലാസ് ഡോർ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ നമ്മളൊരു പ്രൊഫൈലായിട്ട് ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക് പാനൽ കൊടുത്തിരിക്കുന്നത് സെയിം കളറ് വുഡൻ കളർ തന്നെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. ഈ വീട്ടിൽ ടോട്ടൽ 4 ബെഡ്റൂമാണ് ഉള്ളത്. 2 ബെഡ്റൂം താഴത്തും 2 ബെഡ്റൂം മുകളിലുമായിട്ട്. ഇത് ഗസ്റ്റ് ബെഡ്റൂമാണ്. ഇതിൽ നമ്മൾ വളരെ മിനിമലായിട്ടുള്ള ഇൻറ്റീരിയർ തന്നെ ഇവിടെയും കൊടുത്തിട്ടുള്ളൂ. ആസ് പെർ 3D പോലെ തന്നെയാണ് നമ്മൾ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ബെഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്പോൾസറി വർക്കാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഫുള്ളായിട്ട് കവറിങ് കംപ്ലീറ്റ്ലി അപ്പോൾസറി വർക്കിലാണ് കവർ ചെയ്തിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് വർക്കൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഇത്ര ടൈപ്പിലുള്ള ഈ ഒരു ടൈപ്പിലുള്ള കട്ടിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പിന്നീട് ഒരുപാട് പാനലിംഗ് വർക്ക് ചെയ്യണമെന്നില്ല. ഇതന്നെ ഇതിൻ്റെ ഒരു ഭംഗിയാണ്. ഇതിലൊരു ടെക്സ്ചർ പെയിൻറ്റ് കൊടുത്തിരിക്കുന്നത്, 2 സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കോട്ട് കൊടുത്തിരിക്കുന്നത് നിലം മുട്ടിച്ചിട്ടില്ല, അപ്പോൾസറി വർക്ക് ആയതുകൊണ്ടും പിന്നീട് അടിയിൽ ക്ലീൻ ആക്കാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടും GIയിൽ ഫ്രെയിം ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ അപ്പോൾസറി വർക്കാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലീൻ ആക്കാനൊക്കെ വളരെ ഈസിയാണ്. ഇവിടെ നമ്മൾ സൈഡ് ടേബിളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈഡ് ടേബിൾ നോർമൽ ഒരു ഷേപ്പിൽ നിന്ന് മാറി ഒരു കർവിങ് ഡിസൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കസ്റ്റമൈസ്ഡ് ഫാക്ടറിയിൽ തന്നെ നമ്മൾ ചെയ്ത് കൊണ്ടുവരുന്നതാണ്. 100% കസ്റ്റമൈസിങ് വർക്കാണ് നമ്മുടെ എല്ലതും. അപ്പോൾ ഈ ഒരു അപ്പോൾസറി വർക്ക്, ഈ ഒരു കട്ടിൽ, സൈഡ് ടേബിൾ, പിന്നീട് ബാക്കിൽ കൊടുത്തിരിക്കുന്നത് ഓൺലി ടെക്സ്ചർ പെയിൻറ്റിങ് മാത്രമാണ്. ഇത്രയും മതി ഈ ബെഡ്റൂമിനെ മനോഹരമായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് വർക്ക് ചെയ്യാന്നുള്ളതല്ല, അത് കറക്റ്റായിട്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഫിനിഷിംഗ് ഉള്ള വർക്ക് നമ്മൾ മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ഇനി വാർഡ്രോബിലോട്ട് പോകുമ്പോൾ നമ്മൾ സ്ലൈഡിങ് വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. ഈ കട്ടിലും വാർഡ്രോബും തമ്മിൽ നമുക്കൊരു 65-70 സെൻറ്റിമീറ്ററിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ. ഇത്ര സ്പേസ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമുക്ക് സ്ലൈഡിങ്ങിലോട്ട് പോകുന്നതാണ് നല്ലത്. സ്ലൈഡിങ്ങിൽ നമ്മൾ സോഫ്റ്റ് ക്ലോസ് മെക്കാനിക്സാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഈസി ആയിട്ട് നമുക്ക് തുറക്കാൻ പറ്റും. ഇതിൽ നമ്മളൊരു മിറർ കൂടി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മിറർ യൂണിറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസും കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഡോറിലാണ് മിറർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഒരു ഫുൾ ലെങ്ത് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ നമ്മൾ ഒരു ആക്സസറി ആയിട്ട് 2 ആക്സസറി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ജ്വല്ലറി ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സാരി പുള്ളോട്ടോ അല്ലെങ്കിൽ ട്രൗസർ പുള്ളോട്ടും കൊടുത്തിട്ടുണ്ട്. ഈ വീട്ടിലെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു ഏരിയയാണ് ഈ കിച്ചൺ വരുന്നത്. ഐലൻഡ് കിച്ചണാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ വലുപ്പമുള്ളൊരു കിച്ചൺ ആയതുകൊണ്ട് ഐലൻഡ് കിച്ചൺ നമുക്ക് വളരെ മനോഹരമായിട്ട് ചെയ്തെടുക്കാൻ പറ്റി. എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്, ഐലൻഡ് കിച്ചൺ ചെയ്യുമ്പോൾ സ്പേസ് വേണം. സ്പേസ് ഉണ്ടെങ്കിൽ ഐലൻഡ് കിച്ചൺ ചെയ്യുന്നതിൻ്റെ ഒരു ഭംഗിയും അല്ലെങ്കിൽ അതിൻ്റെ ഉപകാരവും കസ്റ്റമേഴ്സിന് കിട്ടുള്ളൂ. ചെറിയ സ്പേസിൽ ഐലൻഡ് കിച്ചൺ എന്തിനെങ്കിലും വേണ്ടി ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഐലൻഡ് കിച്ചൺ ചെയ്യാം. ഐലൻഡ് കിച്ചൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ സ്പെഷ്യലായിട്ടുള്ളതാണ് ഇതിലോട്ട് വരേണ്ട ഗ്യാസ്, ഇലക്ട്രിക്കൽ, ഇതൊക്കെ നമ്മൾ ഫ്ലോറിങ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ അതിൻ്റെ പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിടണം. ഇങ്ങോട്ട് വരുമ്പോൾ ഇതിൽ ടാൻഡം ബോക്സ് കൊടുത്തിട്ടുണ്ട്. 3 ടാൻഡം ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഓയിൽ പുള്ളോട്ട് കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യലായിട്ടുള്ള ഓയിൽ പുള്ളോട്ടാണ് ഇത്, നോർമലല്ല. വളരെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടൈപ്പിലുള്ള പുള്ളോട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഹെറ്റിച്ചിൻ്റെ ബ്രാൻഡാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഐലൻഡ് കിച്ചൺ നമ്മൾ ചെയ്യുമ്പോൾ കംഫർട്ടായിട്ട് ജോലി ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ വരുന്നതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഹുഡ് ആൻഡ് ഹോബിൻ്റെ ഒരു ഹൈറ്റിൻ്റെ ഒരു പ്രൊപ്പോർഷൻ വരുന്നത്. അതും വളരെയധികം കെയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിലോട്ട് സീലിംഗ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം നമ്മളത് ശ്രദ്ധിക്കേണ്ടതും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. ആക്ച്വലി സീലിംഗ് എല്ലാം നിർബന്ധമായിട്ട് സീലിംഗ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിൻ്റെ പ്രൊപ്പോർഷൻ കറക്റ്റ് ചെയ്തതിന് ശേഷം വേണം സീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ വരുമ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഐലൻഡ് കിച്ചനോട് ചേർന്നിട്ട് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു പൊടിക്ക് ഹൈറ്റ് കൂട്ടിയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൽ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഒരു ബാർ ചെയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൂവേഴ്സിൻ്റെ വർക്കും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിനെ നമുക്ക് വളരെ മനോഹരമായിട്ട് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കിച്ചണിൽ ബോട്ടം യൂണിറ്റിൽ കൊടുത്തിരിക്കുന്ന കളറ് കാപ്പിച്ചിനോ എന്ന് പറയുന്ന ലാക്കറ്റ് ഗ്ലാസിൻ്റെ കളറാണ്. വോൾ യൂണിറ്റിലോട്ട് വരുമ്പോൾ നമ്മൾ ഗ്ലാസ് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ കിച്ചണിലും ഈ ഗ്ലാസ് ഡോർ കൊടുക്കുന്നുണ്ട്. ബ്ലാക്കിൽ കൊടുക്കുമ്പോൾ തന്നെ ഇതിൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. എസ്പെഷ്യലി നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ ഉള്ളിലിരിക്കുമ്പോൾ അത് കാണാൻ തന്നെ നമുക്ക് വളരെ ഭംഗിയാണ്. പിന്നെ ഈ ഇവിടെ ഒരു വിൻഡോ വന്നതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ഒരു വോൾ യൂണിറ്റും കൊടുത്തു. അതിലും അത്യാവശ്യം സ്റ്റോറേജ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.
പിന്നെ നമ്മൾ നോർമലി കൊടുക്കുന്ന എല്ലാ എക്സസറീസുകളും കൊടുത്തിട്ടുണ്ട്. ഒരു നോർമൽ പുള്ളൗട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ആക്ച്വലി ഇത് ഡിഷ് വാഷിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ഇട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ മേടിച്ചിട്ടില്ല, അപ്പോൾ അതിന് ശേഷം കൊടുക്കാം. പിന്നെ സിങ്ക് വരുന്നുണ്ട്, ഡബിൾ ബോൾ സിങ്കാണ് വരുന്നത്. നല്ല സ്പേസ് ഉണ്ട്, വാഷ് ചെയ്യാനൊക്കെ സൗകര്യപ്രദമായ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ നമ്മൾ എപ്പോഴും സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഫുൾ ടോൾ യൂണിറ്റ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഒരുപാട് സ്പേസ്, ഒരുപാട് ചെറിയ ചെറിയ ഐറ്റംസ് നമുക്ക് വെക്കാൻ പറ്റും. അത് ഭംഗിയുള്ള ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാതെ തന്നെ നോക്കും വളരെ മനോഹരമായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി നട്ട്സ്, ബേക്കറി അങ്ങനത്തെ സംഭവങ്ങൾ വെക്കാം. പിന്നെ വളരെ മനോഹരമായിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ജാറുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കുള്ള ചെറിയ നട്ട്സുകളോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്കിത് സ്റ്റോർ ചെയ്യാൻ വളരെ സൗകര്യപ്രദമാണ്. സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടോൾ യൂണിറ്റ് കിച്ചണിൽ ഒഴിവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കിച്ചൺ വെറൈറ്റി ആയിരിക്കണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. നമ്മളെ മനസ്സിലെന്താണോ ഉള്ളത് ഓരോ എലമെൻറ്റും ഷിയാസ് ഖാനോട് സംസാരിച്ചപ്പോൾ ഷിയാസ് ഖാനാണ് ഐലൻഡ് കിച്ചണിലേക്ക് നമ്മൾ സജസ്റ്റ് ചെയ്തത്. ഏതായാലും കിച്ചൺ അടിപൊളിയായിട്ടുണ്ട്, മാഷാല്ലാ. ഇതാണ് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം. ഇത് ഈ വീട്ടിലെ മകളുടെ റൂമാണ്. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മിറർ യൂണിറ്റ്, അതൊരു ഹാഫ് മൂൺ ടൈപ്പിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അക്കറിലേക്കിൽ ഒരു ഡ്രോയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാർഡ്രോബ്, നമ്മൾ 4 ഡോറിൻ്റെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഗ്ലാസ് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രെയിമിങ്ങിലോട് കൂടിയിട്ട് അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ സൈഡ് കൊടുത്തിരിക്കുന്നത് ഒരു വുഡൻ ടെക്സ്ചറിങ് ഉള്ള മൈക്ക് ലാമിനേഷനാണ്. ഉള്ളിൽ പ്രൊഫൈലായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ ഇപ്പോൾ എല്ലാ വാർഡ്രോബുകളിലും നമ്മൾ എക്സസറീസ് കൊടുക്കുന്നുണ്ട്, നേരത്തെ നമ്മൾ കാണിച്ച പോലത്തെ. ഈ ബെഡ്റൂമിൽ ഒരു ഫുൾ ലെങ്ത് കർട്ടൻ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇവിടുന്ന് അങ്ങോട്ട് നല്ലൊരു വ്യൂ വരുന്നുണ്ട്, ഒരു കോട്ടയാട് ഒരു ഭാവിയിൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫുൾ ലെങ്ത് കർട്ടനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഈ കിങ് സൈസ് ബെഡിന് ഇവിടെയുള്ളത് ഇതിൽ അപ്പോൾസറി വർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ GI വർക്കിൽ തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നിലം മുട്ടിച്ചിട്ടില്ല, ഫുള്ളായിട്ട് അപ്പോൾസറി കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിങ് ഇതെല്ലാം വളരെ വളരെ മനോഹരമായിട്ട് വളരെ കെയർ ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. എല്ലാം കസ്റ്റമൈസ്ഡാണ്. ഇതെല്ലാം നമ്മുടെ ഫാക്ടറിയിൽ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള വർക്കുകളാണ്. അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റിച്ചിങ്ങിലും ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റിയിട്ടുണ്ട്. പിന്നീട് ഇതിലൊരു പാനലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്, സ്വിച്ച് ബോർഡിന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ കൊടുത്തിട്ടുള്ള സൈഡ് ടേബിളും നമ്മളൊരു പ്രൊപ്പോർഷൻ കണക്കാക്കിയിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു സൈഡ് ടേബിൾ 2 കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇവിടെ ഒരു പാനലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ചാർക്കോൾ പാനലാണ്, ലൂവേഴ്സ് പാനലിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലാണത്. ഇനി നമ്മൾ ഈ വീട്ടിലെ പ്രയർ റൂമിലോട്ടാണ് പോകുന്നത്. ഒരു നിസ്കാര റൂം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ മിനിമലായിട്ടുള്ള തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ മുസാഫും കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, ഒരു ടോൾ യൂണിറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇവിടെയുള്ള ഒരു മുസല്ല, അത് ചെറിയൊരു ടെക്സ്ചർ വർക്ക്, അതിനൊരു വുഡൻ ബോർഡർ കൊടുത്തിട്ടുള്ളൂ. ഇത്രയും വർക്ക് ഇവിടെ ചെയ്തിട്ടുള്ളൂ. സ്റ്റെയറിലോട്ട് വരുമ്പോൾ സ്റ്റെയർ നമ്മൾ മെറ്റൽ സ്റ്റെയറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൽ വുഡ് കൊണ്ട് പാനൽ ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെയിലും വുഡ് തന്നെയാണ്. ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ ഡബിൾ ഹൈറ്റ് മൊത്തത്തിൽ വരുന്ന ഈ ഒരു വോള് കംപ്ലീറ്റ്ലി ടെക്സ്ചർ പെയിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഇതിലോട്ട് ഒരു ഡബിൾ സ്റ്റെപ്പ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു സ്റ്റോറേജ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊരു പുഷ് ഓപ്പൺ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ ഒരു കിങ് സൈസ് ബെഡ്, ഇതും അപ്പോൾസറി വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഹൈഡ്രോളിക് ടൈപ്പിലാണ് കാണിച്ചിരിക്കുന്നത്, നമ്മൾ കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ നമുക്ക് അപ്പോൾസറി വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡ് ടേബിളും വളരെ പ്രത്യേകതയുള്ളൊരു സൈഡ് ടേബിളാണ്. നോർമൽ ഡിസൈനിനെ മാറ്റിയിട്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഷേപ്പ് തന്നെ അങ്ങനെയാണ് വരുന്നത്. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മിറർ യൂണിറ്റാണ്. ഇതും ഹാഫ് മൂൺ ടൈപ്പിലുള്ള മിററാണ് കൊടുത്തിട്ടുള്ളത്. 2 ഡ്രോയർ കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ് നമ്മൾ കൊടുത്തിട്ടുള്ളത് സ്ലൈഡിംഗ് ആണ്. ഇത് അരിസ്റ്റോ മോഡൽ സ്ലൈഡിംഗ് ആണ്. വളരെ സ്മൂത്താണ്, ഓപ്പറേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. അതാണ് ഈ സ്ലൈഡിങ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിൽ ഫുൾ ലെങ്ത്ത് മിറർ കൊടുത്തിട്ടുണ്ട്. ഇത് 2 ഡോറിലും നമ്മൾ മിറർ ഇൻസേർട്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ ഒരു വിശാലത നമുക്ക് കുറേയും കൂടിയും കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഒരു ഫുൾ ലെങ്ത്ത് കർട്ടൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അങ്ങോട്ടുള്ള വ്യൂ നല്ല രീതിയിൽ വരുന്നുണ്ട്. പിന്നെ ഇതിലൊരു പാനൽ കൊടുത്തിട്ടുണ്ട്, ചാർക്കോൾ ലൂവേഴ്സ്, പിന്നെ വാൾ പാനലിങ്, നല്ല രീതിയിലുള്ള ഒരു ഹെഡ് ബോർഡ്, ടെക്സ്ചർ പെയിൻ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ഫോട്ടോ ഫ്രെയിമും കൊടുത്തിട്ടുണ്ട്. റോമൻ ബ്ലൈൻസാണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്, 2 ചെറിയ വിൻഡോ ആയതുകൊണ്ട്. ഈ ഒരു ആംബിയൻസ് തന്നെ ഈ വീടിൻ്റെ റൂമിനെ, ഈ മാസ്റ്റർ ബെഡ്റൂമിന് ഒരു റിച്ച് ലെവലിലോട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മൾ സീലിങ്ങിന് ചെറുതായിട്ട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, പഞ്ചിങ് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ത്രൂ ഔട്ട് നമ്മളൊരു വുഡൻ സീലിംഗ് കൊടുത്തിട്ടുണ്ട്. വിനീറിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടായിരിക്കും ആ ഒരു കോവലൈറ്റിലോട്ട് സ്പ്രെഡ് ചെയ്യുമ്പോൾ. ആ ലൈറ്റിങ്ങിൻ്റെ ഒരു എഫക്റ്റിന് വേണ്ടിയിട്ട് അതായിരുന്നു മെയിനായിട്ടുള്ള ഫോക്കസിങ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് സീലിംഗ് കൊടുത്തിട്ടുള്ളത്.
ഈ വീട്ടിലെ കിഡ്സ് ബെഡ്റൂമാണിത്. ആക്ച്വലി ഇതൊരു കിഡ്സ് ബെഡ്റൂം സ്റ്റൈലിലല്ല ചെയ്തിട്ടുള്ളത്. 2 കിങ് സൈസ് ബെഡ് കൊടുത്തിട്ടുണ്ട്. കാരണം വളരെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ്. അതുകൊണ്ട് തന്നെ മക്കൾ ഒരുമിച്ച് കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു കിങ് സൈസ്, ഇതിലൊരു കിങ് സൈസ് ബെഡ് കൊടുത്തു. പിന്നെ ഒരു സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിന് ബാക്ക് പാനൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല രസമുള്ള രീതിയിലുള്ള ഡിസൈനാണ്. അതേപോലെ നമ്മൾ ഡിക്റ്റോ നമുക്ക് ചെയ്തെടുക്കാനും പറ്റിയിട്ടുണ്ട്. ഇനി വാർഡ്രോബിലോട്ട് വരുമ്പോൾ നമ്മൾ അക്രലിക്കിലാണ് ഈ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. നല്ല പ്യൂർ വൈറ്റ് കളറിലുള്ള ഡോറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഡ്രസ്സിങ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അതിന് ചെറിയൊരു ബോർഡറായിട്ട് വിൻസ് കോട്ടിങ്ങിൻ്റെ ഒരു ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ടെക്സ്ചർ പെയിൻറ്റ് ചെറിയൊരു ഫോട്ടോ ഫ്രെയിമും കൂടി കൊടുത്തിട്ട് ഈ റൂമിന് ഫില്ല് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കേരളത്തിലെ എല്ലായിടത്തും നമ്മുടെ സർവീസ് അവൈലബിൾ ആണ്. ഇന്ത്യയുടെ ഡിസൈനിങ്ങും ഫാക്ടറി ഫിനിഷിങ്ങിലുള്ള എക്സിക്യൂഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വർക്കുകൾക്കും നമ്മളെ വിളിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.